ഇപ്പം പാമ്പാടി രാജൻ എന്ന ആനയുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം നല്ല ഏറ്റവും ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആനക്കൊമ്പിന് വേണ്ടി ആന കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ വംശനാശം എന്തായാലും ഉണ്ടാവുമെന്ന് ദൈവം നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, അങ്ങനെ കൊമ്പില്ലാത്ത ഒരു വർഗത്തിനെ, അതായത് മൂന്നാമത് മോഴാന്ന് പറഞ്ഞിട്ട് സൃഷ്ടിച്ചു. ഇപ്പം പാമ്പാടി രാജൻ എന്ന ആനയുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം നല്ല ഏറ്റവും ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് ചെറിയ അരൻ്റെ കെട്ട്, കഴിഞ്ഞ വർഷം അരൻ്റെ കെട്ട് വന്നു 26 ദിവസം വന്നു, ഇപ്രാവശ്യം 26 ദിവസം. അപ്പോൾ പാപ്പാൻ പറയും അരൻ്റെ കെട്ട് വന്നാൽ നമുക്കറിയില്ല, അരൻ്റെ പോകുന്നില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ആനയ്ക്ക് അരൻ്റെ കെട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ടെൻഷനാണ്. ഞങ്ങളാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യം കൊടുക്കുക, അത് മാത്രമേ അതിന് ചികിത്സയുള്ളൂ. ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. കാരണം ആനയ്ക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഭക്ഷണം അവിടെ സ്റ്റോർ ചെയ്ത് അത് വലിയൊരു ബൾക്കായി മാറി ആന ഡെത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വൺസ് അരൻ്റെ കെട്ട് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നോ ഫുഡ്. അതാണ് ആദ്യത്തെ തെറാപ്പി. നോ ഫുഡ് മാത്രം കേട്ടാ, ഹാർഡ് ഫുഡ്. പക്ഷേ വെള്ളം കൊടുക്കണം, വെള്ളം വയറച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ലിക്വിഡ് ഫുഡ് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. പിന്നെ നമ്മൾ ചെറിയ ഫ്രൂട്ട്സ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ച് ബാക്കി വരില്ല, കൊറ്റം വരാത്ത ഏത് ഭക്ഷണം, ഇപ്പോൾ കുക്കുംബർ അല്ലെങ്കിൽ ആപ്പിള്, നാരങ്ങ, ഇതൊക്കെ ജ്യൂസ് അടിച്ച് കൊടുക്കും. കരിക്കും വെള്ളം ഇതൊക്കെ കൊടുക്കും. ഇതൊക്കെയാണ് ആനയ്ക്കുള്ള ഭക്ഷണം. അപ്പോൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു 3 ദിവസം 4 ദിവസത്തേക്കുള്ള ഒരു IV. പക്ഷെ ആന കെടുന്നിരില്ല. ആന സൂചി കുത്തിയ ആൾ പതുക്കെ എഴുന്നേറ്റിക്കും. ആൾക്ക് വേറെ ശല്യമൊന്നുമില്ല, എന്ത് വേണേൽ ചെയ്യാം. പക്ഷേ സൂചി കുത്തിയ ആൾ എഴുന്നേറ്റുന്നു. അപ്പോൾ നമുക്ക് മരുന്ന് കൊടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥനാന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ, ആളുടെ ഒരു ഉടമസ്ഥ ദുബായിലാണ്. ആൾക്ക് ടെൻഷൻ, ആൾ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കും എന്താ. അപ്പോൾ എന്നിട്ട് 2 ദിവസം 3 ദിവസം ക്ഷമിച്ച് 4ാമത്തെ ദിവസം 10ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ആൾ ഇവിടെ എത്തിയിട്ടാവും. ആൾക്ക് അവിടെ പിന്നെ ഇരിപ്പറക്കില്ല. അതുപോലെ തന്നെ അത് ആളുടെ അതിനുള്ള ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഇപ്രാവശ്യം അത് പിന്നെ തൃശ്ശൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് അവരുടെ കുടുംബമൊക്കെ അവരുടെ ചെറുപ്പത്തിൽ അവരുടെ വീട്ടിൽ വളർന്നു വന്നിട്ടുള്ള ഒരു 3-4 വയസ്സിലൊക്കെ വീട്ടിൽ വളർന്നു വന്നിട്ടുള്ള ആനയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കുടുംബാംഗമാണ് ആന. അപ്പോൾ ഇത്തവണ വന്നപ്പോൾ അവർ വീട്ടിൽ വെച്ചിട്ടുണ്ടായത്, പാമ്പാടിയിൽ വെച്ചിട്ട്. അപ്പം ഞങ്ങൾ അവിടെ ചെല്ലും, മരുന്ന് കൊടുക്കും, അവരുടെ കുടുംബമൊക്കെ ആയിട്ടിരുന്ന് വർത്താനം പറയാം. അപ്പം നമുക്ക് എരണ്ടം പോരാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ പറഞ്ഞു ഇതിലാകെ നമുക്ക് ചെയ്യാനുള്ളത് വെയിറ്റ് ചെയ്യുക, എരണ്ടം വരുമ്പോൾ എടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യാം. വേറൊരു ടെക്നോളജിയും ഇന്നത്തെ കാലത്തില്ല. അപ്പം നമ്മൾ ആലോചിച്ച് പല ടെക്നോളജികളുണ്ട്. പൊടിച്ചു കളയാൻ പറ്റുമോ, എരണ്ടം പൊടിച്ചു കളയാൻ, ലിത്തോട്രോഫി മാതിരി ഇപ്പോൾ കിഡ്നിയിലെ കല്ല് പൊടിച്ചു കളയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ എരണ്ടം പൊടിച്ചോടൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കും, അതിനെക്കുറിച്ചിട്ട് ആലോചിക്കും. പിന്നെ എടുക്കാനായിട്ടുള്ള ടെക്നിക്ക് നോക്കും. ഇതൊക്കെ നമ്മുടെ ഒരു ഭാഗമാണ്. നമ്മൾ അതിനുവേണ്ടി സ്പെഷ്യൽ ഒരു ഡിവൈസ് ഉണ്ടാക്കി എങ്ങനെ എടുക്കാം. പക്ഷേ അത് കണ്ടാൽ നമുക്ക് എടുക്കാം. എരണ്ടം കിട്ടണ്ടേ, എരണ്ടം എവിടെ ഇരിക്കുന്ന നമുക്കല്ല, അവൻ്റെ തൊടും, ചിലപ്പോൾ അങ്ങോട്ട് പോവും. അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്രാവശ്യം അതിൻ്റെ ഉടമസ്ഥൻ വീണ്ടും ദുബായിൽ നിന്ന് വന്നു. പാവം ആള് നേരെ എയർപോർട്ടിൽ നിന്ന് വന്ന് ആന എടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുക. ഞങ്ങൾ ആ സമയത്ത് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കും ടെൻഷനാണ്. കാരണം വെച്ചാൽ ഇത്രയും VIP ആയിട്ടുള്ള ആനയ്ക്ക് എന്തെങ്കിലും പറ്റാതെ നോക്കുന്ന ഞങ്ങളുടെ ഏറ്റവും വലിയൊരു താല്പര്യം അതാണല്ലോ. അപ്പോൾ ആനയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് അമ്പലത്തിൽ പൂജ നടത്തുന്നുണ്ട്, കൂടെ നമ്മുടെ പേരിൽ നടത്തുന്നുണ്ട്. എന്നിട്ട് അവർ നമുക്ക് വാട്സാപ്പിൽ അയച്ചു തരും, ആനയുടെ പേരിൽ നടത്തിയിട്ടുണ്ട്, സാറിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷൻ. കാരണം നമുക്ക് എനർജി തരാൻ വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ നടത്തുന്നത്. നമുക്കൊരു എന്താ പറയുക, പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പൂജയൊക്കെ നടത്തുന്നത്. പക്ഷേ നമ്മളത് കാണുമ്പോൾ നമ്മുടെ ഉറക്കം പോവുക. ഇതിന് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉറക്കം ഇങ്ങനെ പതുക്കെ കുറയും. ഡെയിലി ഇപ്പോൾ 4 മണിക്കൂർ ഉറങ്ങണമെങ്കിൽ പിന്നെ 3 മണിക്കൂറാവും. പിന്നെ അത് ഇങ്ങനെ നീണ്ടു പോയി 20 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഉറക്കം 1 മണിക്കൂറാവും ദിവസത്തിൽ. അത്രേ പറ്റുള്ളൂ. അപ്പോഴേക്കും പിന്നെ ടെൻഷനായി. ആനയ്ക്ക് എന്ത് പറ്റും. അങ്ങനെ ഒരു ഡോക്ടറെ സംബന്ധിച്ചിട്ട് ഒരു അരൻ്റെ കെട്ടെന്ന് പറയുമ്പോൾ വലിയൊരു ടെൻഷനാണ്. കാരണം ആദ്യത്തെ ദിവസം കുഴപ്പമില്ല, 2ാമത്തെ ദിവസം കുഴപ്പമില്ല. അപ്പോഴൊക്കെ നമ്മൾ 6 മണിക്കൂർ കിടന്ന് ഉറങ്ങും. നമ്മൾ ഉറങ്ങും. ആന ഉറങ്ങാണ്ട് നിൽക്കണ്ടോ, നമ്മൾ ഉറങ്ങും. പിന്നെ ആന കുറച്ച് ദിവസം കഴിഞ്ഞാൽ വേദനയ്ക്ക് ആന കിടന്നുറങ്ങും. പക്ഷെ നമ്മുടെ ഉറക്കം പോകും. പിന്നെ പാപ്പാൻ്റെ ഉറക്കം പോകും, നമ്മുടെ ഉറക്കം പോകും. പിന്നെ അവസാന ഘട്ടമൊക്കെ ആകുമ്പോൾ 1 മണിക്കൂറൊക്കെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരില്ല. എങ്ങനെ ഉറക്കം വരിക, ആന എങ്ങനെ ഇടുന്ന ആലോചിച്ച് നമ്മളിരിക്കും. അപ്പം എൻ്റെ ഭാര്യ ചോദിക്കും, പാമ്പാടി രാജനല്ല എൻ്റെ കേട്ട്, നിങ്ങളെന്തിനിപ്പോൾ ഇത്ര അവരവരുടെ ഒരു ഇതിൽ നമ്മളുടെ ഹെൽത്ത് നോക്കുക. പാമ്പാടി രാജന എൻ്റെ കേട്ടാ, നിങ്ങളതിന് ഉറങ്ങാണ്ടിരുന്നിട്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോയി. പിന്നെ ഫോൺ വരുമ്പോൾ ചാടി എടുക്കും, ഇത് വിളിക്കുക. അപ്പം അതിനെ നോക്കുന്ന ആളുകളുണ്ടല്ലോ, അപ്പം അനി വിളിക്കുക, അനിയുടെ ഫോണോ നോക്കുക. ആദ്യം നോക്കുന്നത് പാമ്പാടി രാജൻ അനി ആണോ എന്ന് നോക്കുക. അല്ല, സമാധാനമായി. ടെൻഷനാണ്. അപ്പം അതിനിടയിൽ ആനയ്ക്ക് അവർ ബീട്രൂട്ട് കൊടുത്തു. ബീട്രൂട്ട് ഒരു 10-20 കിലോ കൊടുത്തു. പിറ്റേ ദിവസം ആന മൂത്രം വയ്ക്കുമ്പോൾ ചോര. അപ്പോൾ അനി വിളിച്ചു, സാറേ മൂത്രത്തിന് ഒരു കളർ വ്യത്യാസം ഉണ്ട്. അപ്പോൾ ചോദിച്ചു എത്ര ബീട്രൂട്ട് കൊടുത്തു.
നമുക്കറിയാലോ ബീട്രൂട്ട് കൊടുത്തത്. അല്ല അതൊരു 20 കിലോ, കുഴപ്പമില്ല, ബീട്രൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രത്തിൽ ഈ കളർ വരും, പേടിക്കണ്ട. പക്ഷെ എന്നാലും നമുക്കൊരു പേടി വരില്ലേ? കാരണം പെട്ടെന്ന് ഹെമറ്റൂറിയ എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ റിസ്ക് ആണ്. അപ്പോൾ അതാണോ എന്നുള്ളത് പക്ഷെ നമ്മളിതിനെ ഡെയിലി ഫോളോ അപ്പ് ചെയ്യണ കാരണം കൊണ്ട് നമുക്കറിയാം ബീട്രൂട്ട് കൊടുത്തിട്ടുണ്ട്, നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ഉറപ്പായി ഒരു 16 മണിക്കൂറിനുള്ളിൽ മൂത്രത്തിൽ എന്തായാലും ചുവന്ന കളർ വരും. അപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പം നമ്മൾ പ്രിപ്പയർഡാണ്. ഡോക്ടർ എന്നതിലേക്ക് നമ്മളെ പതറാനും പാടില്ലല്ലോ. കാരണം ലൈഫിനെ നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ആണ് ഏറ്റവും വലിയ കാര്യം. ആ കോൺഫിഡൻസ് നമ്മളിൽ നഷ്ടപ്പെട്ട പിന്നെ അത് അനിമലിനെയും ബാധിക്കും. അതോടൊപ്പം തന്നെ അനിമലിന് തന്നെ തോന്നൽ വരും, ഇത് ഡോക്ടർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല നമ്മളിൽ നിന്ന് പറയില്ലേ. ഞാൻ പറയില്ലേ, അവർക്ക് അത് സ്കാൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം നമ്മളെപ്പോഴും ആന എടുത്ത് പോയിട്ട് ആന എടുത്ത് കോൺഫിഡൻസിൽ സംസാരിക്കും. ഇപ്പോൾ ആന തന്നെ ഇന്നൊരു ആന ചികിത്സ ചെയ്യുമ്പോൾ ഇപ്പോൾ ഭയങ്കര കോൺഫിഡൻസിലാണ് നമ്മൾ സംസാരിക്കണത്. അതിന് ക്ഷീണമുണ്ട്, പാതരമുണ്ട്. അപ്പം നമ്മൾ പേടിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആനയ്ക്ക് തന്നെ നമ്മളങ്ങനെ നോക്കും. നമ്മൾ സിറിഞ്ച് വെക്കുക, സൂചി വെക്കുമ്പോൾ ചെയ്തോ കുഴപ്പമില്ല. അതിനെ ഒരു നേരത്തെ ചെയ്യുമ്പോൾ ആന സമ്മതിച്ചിരുന്നില്ലേ, ചേട് വലിച്ചുകൊണ്ട് പോകും. പക്ഷെ ഇപ്പം ഇത് സമ്മതിക്കും. കാരണം ആനയും നമ്മളൊരു നല്ലൊരു ബന്ധം അവിടെ വന്നു കഴിഞ്ഞു. അപ്പം അത്രയും ആനകളൊക്കെ എന്തെങ്കിലും പറ്റുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ സ്നേഹിക്കുന്ന ആനകളുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മളൊരു സുഹൃത്തിൻ്റെ നഷ്ടം മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ജീവിതത്തിൽ നമ്മളൊരു ആന ഡോക്ടർ എന്ന നിലയ്ക്ക് ആനകളെ കൂടുതൽ ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് കുറേ ടെൻഷൻസ് കയറി വരും. ഓരോ മനുഷ്യന് താങ്ങാവുന്ന ടെൻഷനിലപ്പുറമാണ് ഒരു അരണ്ടക്കെട്ട് എന്ന് പറഞ്ഞാൽ. സാധാരണ ആനയ്ക്ക് അരണ്ടക്കെട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം പേടിക്കുക ഡോക്ടറാണ്. പേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഡോക്ടറെ എന്നെ സംബന്ധിച്ചിട്ട് അത് ശരിയാവണ വരെ എനിക്ക് ടെൻഷൻ തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ആ ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ അവരുടെ അടുത്ത് പെരുമാറുകയും ഞാൻ തന്നെ അവരെ ധൈര്യപ്പെടുത്തി കൊടുക്കണം. അവരെ ഉടമസ്ഥൻ്റെ അടുത്ത് സംസാരിക്കാനില്ല. ഇപ്പോൾ പാമ്പാടി എൻ്റെ കേസിൽ ഞാൻ ഉടമസ്ഥൻ്റെ അടുത്ത് കാര്യം പറയും, അവരമ്മയുടെ അടുത്ത് കാര്യം പറയും. അപ്പോൾ അമ്മയ്ക്കൊക്കെ കോൺഫിഡൻസ് ഉണ്ട്, കുഴപ്പമില്ല, പിന്നെ അവരോടൊന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോരുക. അപ്പോൾ നമ്മൾ വളരെ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവർ ഭക്ഷണം വിളമ്പി തരുന്നതൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു കോൺഫിഡൻസ് കൊടുത്ത് പേടിക്കണ്ട ശരിയാവും എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോൾ. പക്ഷെ നമ്മൾ ആ കോൺഫിഡൻസ് കൊടുക്കുകയാലും ഇത് നമുക്ക് ഉറപ്പ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഒരു ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു അസുഖമല്ല എരണ്ടക്കെട്ട്. അതിൻ്റെ ഭാഗ്യം പോലെ ആയിരിക്കും അത് പുറത്തു വരുന്നത്. അപ്പോൾ എരണ്ടക്കെട്ടിൻ്റെ ഒക്കെ അങ്ങനെ കുറേ ഉടമസ്ഥരുണ്ട്. പിന്നെ ആന ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ ഡേവിസാറിനൊക്കെ ഉള്ളപ്പോൾ ഡേവിസാറിനൊക്കെ ആന എന്ന് പറഞ്ഞാൽ ഭ്രാന്താ, ഒരു തരം ഭ്രാന്താ. ആളൊക്കെ ആനയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സേവനങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമുക്കറിയാം അത് ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. അപ്പം ആന എന്നൊരു ചെറിയൊരു കാര്യമല്ല, ആന ഒരു വലിയൊരു ജീവിയാണെങ്കിലും ആ വലിയ മനസ്സിൻ്റെ ഉടമയാണ് ശരിക്കും ആന എന്ന് പറയുന്നത്. ആനകൾ ശരിക്ക് ഭൂമുഖത്ത് 2 തരം, ഒന്ന് ആഫ്രിക്കൻ എലഫൻസ്, പിന്നെ ഏഷ്യൻ എലഫൻസ്. ഈ ഏഷ്യൻ എലഫൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന, അല്ലെങ്കിൽ ശ്രീലങ്കയിൽ, തായ്ലാൻഡിൽ, ബർമയിൽ, നേപ്പാളിൽ ഇത് കാണുന്നതാണ്. അല്ലെങ്കിൽ ഈവൻ ചൈനയിൽ വരെ നമ്മൾ കണ്ടില്ലേ ആന നടന്നു പോകുന്നതൊക്കെ, കുറേ ആനകൾ കൂടുവിട്ട് പോകുന്ന ആനകൾ, ഇതൊക്കെ ഏഷ്യൻ എലഫൻസ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ആഫ്രിക്കൻ എലഫൻ്റാണ്. ആഫ്രിക്കയിലെ എലഫൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു വേറൊരു ശരീരപ്രകൃതിയാണ്. അതിന് പിടിയാനയ്ക്കും കൊമ്പനാനയ്ക്കും കൊമ്പ് തന്നെയുണ്ട്, ചെവിയൊക്കെ വേറൊരു സൈസിലാണ്. എന്നാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യൻ എലഫൻസിന് പിടിയാനകൾക്ക് കൊമ്പില്ല, അതിന് പകരം തേറ്റ ഉണ്ടാവുക. പിന്നെ മോഴയാനയുണ്ട്. മോഴയാന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മെയിലാണ്, പക്ഷേ കൊമ്പില്ല എന്ന് മാത്രം. അതെന്താണെന്ന് വെച്ചാൽ ദൈവം അതൊരു പ്രത്യേക കാര്യത്തിനെ കൊടുത്തതെന്ന് നമുക്ക് ശാസ്ത്രം പരിശോധിച്ചറിയാം. കാരണം എന്താ പറയണോ, ഈ മുന്നിൽ കൊടുത്തിട്ടുള്ള വെളുത്ത സ്വർണം അതാണ് ആനക്കൊമ്പ്. ആനക്കൊമ്പ് എന്നും മോഷണം പോവാം, എപ്പോൾ വേണമെങ്കിൽ മോഷണം പോവാം. അങ്ങനെ മോഷണം പോവുകയാണെങ്കിൽ അതിൻ്റെ ആ കൊമ്പിൻ്റെ പുറകിലുള്ള ആനയുടെ ജീവൻ എന്തായാലും പോയിട്ടുണ്ടാവും, അല്ലാണ്ട് അത് കിട്ടില്ല. അപ്പം അങ്ങനെ ആനക്കൊമ്പിന് വേണ്ടി ആന കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ വംശനാശം എന്തായാലും ഉണ്ടാവുമെന്ന് ദൈവം നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, അങ്ങനെ കൊമ്പില്ലാത്ത ഒരു വർഗത്തിന്, അതായത് മൂന്നാമത് മോഴ എന്ന് പറഞ്ഞിട്ട് സൃഷ്ടിച്ചു. ആ മോഴയാനയും പിടിയാനയും കൂടി കോൺഗ്രസ്സിൽ ഏർപ്പെട്ട് ബ്രീഡിങ്ങിൽ ഏർപ്പെട്ട് കുട്ടികളുണ്ടാവും. അപ്പോൾ പിന്നെ ദൈവം ഉദ്ദേശശുദ്ധി നമുക്ക് ഉറപ്പായി. ഈ ആനക്കൊമ്പിന് വേണ്ടി ആനയെ കൊല്ലും എന്നുള്ളത്. അതാണ് വീരപ്പനൊക്കെ ചെയ്തിരുന്നത്. ഒരുപക്ഷെ വീരപ്പനൊക്കെ ആ കാലത്ത് ചെയ്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഇടുക്കിയിലോ അല്ലെങ്കിൽ ചാലക്കുടിയിലോ ഈവൻ തൃശ്ശൂരിൻ്റെ പരിസരങ്ങളിലൊക്കെ കൊമ്പനാനകൾ വന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. സത്യത്തിൽ ഒരു 15 വയസ്സ് 20 വയസ്സുള്ള ഇടയിൽ ആനകളെ പിടിച്ച് മെരുക്കി നമ്മൾ നാട്ടിൽ വളർത്തും. പിടിയാനകളും മോഴയാനകളും കാട്ടിൽ. ഇതാണ് നമ്മുടെ ഒരു സന്തുലനാവസ്ഥ ഉണ്ടായിരുന്നത്. അത് നമ്മുടെ ആൻസസ്റ്റേഴ്സ് കണ്ടുപിടിച്ച സംഗതി കേട്ടോ, നമ്മളായിട്ട് കൊണ്ടുവന്ന ഒരു രൂപകൽപ്പനയല്ല, ഒരു സിസ്റ്റം അല്ല. കാരണം വടക്കുനാഥൻ
പണിതത് നമ്മളൊന്നുമല്ല, എത്രയോ കാലങ്ങൾക്ക് മുന്നേ പണിതു. ഇന്നത്തെ ആ വടക്കുന്നാഥൻ്റെ ആർക്കിടെക്ചർ ഇന്ന് പണിയണമെങ്കിൽ നമുക്ക് എളുപ്പമല്ലത് പണിയാനായിട്ട്. അതുപോലത്തെ ഒരു കോംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ തൃപ്പൂണിത്തറ അമ്പലം, അല്ല ഓരോ അമ്പലങ്ങൾ നോക്കിയോ, അല്ലെങ്കിൽ പഴനി അമ്പലം, അല്ലെങ്കിൽ മധുര അമ്പലങ്ങൾ, അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, തിരുവനന്തപുരത്ത് അമ്പലങ്ങളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പണിതിട്ടില്ല. അതൊക്കെ ആ ആർക്കിടെക്ചറിൽ പണിത അന്നത്തെ ആളുകൾക്ക് ഒരു JCB ഒരു ഇതില്ലാണ്ട് അവർ പണിതുണ്ട്. ആ പണിയതിന് സഹായിച്ചിട്ടുള്ളത് ആനകളാണ്. അപ്പം ആനകളെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആന ഒരു മനുഷ്യൻ്റെ സുഹൃത്തും അവൻ്റെ ഒരു ഹെവി ലോഡർ എക്യുപ്മെൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ടൂറ് പോയപ്പോൾ താജ്മഹലിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ആയിരക്കണക്കിന് ആനകൾ ചെരിഞ്ഞു പോയിട്ടുണ്ട് അവിടേക്ക് മാർബിൾ വലിച്ചു കൊണ്ടുവരുന്നതിനിടയിൽ. അപ്പോൾ ആനകൾ ഇവിടെ അത്രയധികം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ആനയല്ല, എത്രയോ ആനകളുണ്ടായിരുന്നു. അപ്പോൾ ആനകളുടെ ഇങ്ങനെ വംശനാശം ഉണ്ടായി വന്നിങ്ങനെ നിൽക്കുകയാണ്. അതിനിടയിലാണ് കേരളത്തിൽ ഇപ്പോൾ ആനകളുണ്ട്, പക്ഷെ കൊമ്പനാനകൾ എന്നും പ്രശ്നക്കാരാണ്. ആയിരക്കണക്കിന് ആന കാട്ടിൽ ചത്തുവെന്നാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് എന്ത് കാരണമാണെന്ന് അവർക്ക് ആർക്കും അറിയില്ല, പക്ഷെ ചെരിഞ്ഞിട്ടുണ്ട്. പക്ഷെ കൊമ്പനാനകളെ നമ്മൾ എന്ത് ചെയ്തു, ശരിക്കും പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായിട്ട് കൃഷി നശിപ്പിക്കുക. കർഷകനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാനം. അവനില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകൻ കഷ്ടപ്പെട്ടിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ആ ഭക്ഷണമാണ് നമുക്കും എല്ലാവർക്കും വേണ്ടത്. ആ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഇന്ന് കാട്ടാനകളായാലും കാട്ടുപന്നികളായാലും കാട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ കാട്ടാന എന്തുകൊണ്ടാണ് വരുന്നത്, അത് സയൻറ്റിഫിക്കായിട്ട് ചിന്തിച്ചിട്ടില്ല. ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം.